അപ്പോൾ ഇത് ബാധ പോകുന്ന ദിവസത്തിലെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1:30 ആയപ്പോഴത്തേന് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അപ്പോഴത്തേനും അവൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ ചോദിക്കുകയാണ് ഗൈസ്. അപ്പം അവൻ ആദ്യമായിട്ടാണ് മാറിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ യാത്ര എല്ലാവരോടും ചോദിച്ച് ഏകദേശം 2 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും അത്തായും അമ്മായും അച്ചും അണ്ണനും കൂടെയാണ് കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് പള്ളിയിൽ കയറി ദുആ ചെയ്ത് പിന്നെ രണ്ടാമത് പോകുന്നത് സജാൻ്റെ അടുത്താണ്. അവൻ സ്കൂളിൽ നിന്ന് ക്യാമ്പിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു NSSൻ്റെ. അങ്ങനെ അവനെ അവിടെ പോയി കണ്ട് അവനോട് യാത്ര പറഞ്ഞ് ചിന്നമാടി യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ചിന്നമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അതിനുശേഷം നമ്മുടെ യാത്ര അങ്ങോട്ട് തുടർന്നു. നമ്മുടെ ഇശമ്പളി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എസ്തെറ്റിക് ആയിട്ടില്ലേ? അങ്ങനെ അവൾക്കും ഭയങ്കര മാമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഗെയ്സ്. അപ്പം ഇവളുടെ റിയാക്ഷൻ എന്താകും എങ്ങനാകും എന്നൊന്നും അറിയത്തില്ല. അവൾക്ക് മാമയെ കൊണ്ടുവിടാൻ വേണ്ടി പോകാമെന്നൊന്നും കുഞ്ഞു കളിച്ചും ചിരിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ സമയത്ത് കാല് തുറക്കമായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6:45 ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്താണ് അവന് ഫ്ലൈറ്റ്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ട്രാഫിക്കൊക്കെ ആയിരുന്നു, എന്നാലും നമ്മൾ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ അവിടുന്ന് ആദ്യമേ പാസ്പോർട്ടും അതുപോലെ ടിക്കറ്റൊക്കെ അണ്ണനെടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് അച്ചുമൊക്കെ ഭയങ്കര കരച്ചിലാണ് ഗെയ്സ് പോകുമ്പോൾ തന്നെ. അപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവൻ്റെ കൂട്ടുകാരൻ അജ്മലും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലി അജ്മലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ ചോദിക്കുകയാണ് ഗെയ്സ്. അപ്പം ഇവൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മക്കളെ രണ്ടുപേരെയാണ്. കാരണം മാമ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവനാണ്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറയുകയാണ്. അത്തായിക്കും അമ്മയ്ക്കും ഇവൻ പോകുന്നതിൽ ഭയങ്കര വിഷമമാണ്. കാരണം ഇവൻ ആദ്യമായിട്ടാണ് മാറിയൊക്കെ നിൽക്കുന്നത്. പിന്നെ അവരുടെ സമാധാനമുള്ളത് അജ്മലുണ്ട്. ഭയങ്കര വിഷമമാണ് പോകുന്നത്. കാരണം ഇവൻ അങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല. നമ്മളുടെ വിഷമം മൊത്തം അതാണ്, ഇവൻ അവിടെ പോയി സെറ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ വരികയാണ്. പിന്നെ അങ്ങനെ സത്യം പറഞ്ഞാൽ ഖാലിദിനെ ഇഷായെയാണ് ഏറ്റവും കൂടുതൽ ഇവന് മിസ് ചെയ്യുന്നത്. കാരണം ഇവരാണ് ഇവൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരോട് എത്ര എടുത്താലും മതിയാവുന്നില്ല. വീണ്ടും വീണ്ടും തിരിഞ്ഞു വന്ന് മക്കളെയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ യാത്രയൊക്കെ ചോദിച്ച് അവൻ പോവാണ് ഗെയ്സ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഉള്ളതാണ് നമ്മളുടെ ഒരു ആശ്വാസം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. അങ്ങനെ അവർ പോയി എൻട്രി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കിംഗ് ഒക്കെ നടത്തി. അജ്മൽ ഫസ്റ്റ് കയറിപ്പോയി. പിന്നെ രണ്ടാമത് നമ്മുടെ ബാദുവിന് ചെക്കിംഗ് ഒക്കെ നടത്തി അവനും കയറിയിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അങ്ങനെ ഒരു പ്രൊസീജിയറിന് വേണ്ടി ഏകദേശം 1/4 മണിക്കൂറിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത്. നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കയറിപ്പോയ സമയത്ത്. കാരണം അവനും ഭയങ്കര സങ്കടമാണ്, അവനങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ അവൻ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മളെ അകത്ത് എന്തായി പ്രൊസീജിയറൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഷ അത്തയുടെ കയ്യിലും കാല് തുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ വെയിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റ് കയറി എന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ടായത്. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ, സീ യു.